ആഘോഷ പരിപാടി ഒടുവിൽ ദുരന്തമായിരിക്കുന്ന വാർത്തയിലേക്കാണ്. RCBയുടെ സ്വീകരണ പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നു. 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, RCBയുടെ സ്വീകരണ പരിപാടി ഇതിനോടനുബന്ധിച്ച് മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ. വിക്ടറി പരേഡ് ഒഴിവാക്കിയെന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും താരങ്ങളെല്ലാം തന്നെ ഒരു സുരക്ഷാ വലയത്തിലേക്ക് മാറ്റിയെന്നതാണ് അറിയാൻ കഴിയുന്നത്. താരങ്ങൾക്കെല്ലാം തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. എന്തായാലും വളരെ ദാരുണമായ സംഭവം അവിടെ ഉണ്ടായി എന്നതാണ് കാണാൻ കഴിയുന്നത്. 7 പേർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു വലിയൊരു വിജയാഹ്ലാദം, അത് ആഹ്ലാദത്തിൽ പങ്കെടുക്കാനായി എത്തിയ ആളുകൾ 18 വർഷം നീണ്ട ഒരു കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ ഒരു കിരീടം, ആ കിരീട നേട്ടത്തിന്റെ ആഘോഷം, അതിൽ പങ്കെടുക്കാനായി അല്ലെങ്കിൽ അതിന് ഭാഗമാകാനായി എത്തിയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ സംഘടിച്ചെത്തി അല്ലെങ്കിൽ കൂട്ടമായി എത്തി എന്നത് തന്നെയാണ് ഇതിന്റെ ആഘാതം അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടുന്നത്. ഇതിൽ ഒരു കുട്ടികളടക്കം ഇതിലുണ്ട്, ഈ പരിക്കേറ്റവരിലുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. പ്രാദേശികമായും ലഭിക്കുന്ന വിവരമാണ്, ഏറ്റവും പ്രാഥമിക വിവരം മാത്രമാണ്. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണമടക്കം വരേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്താണ് ഈ രീതിയിൽ വലിയൊരു അപകടമുണ്ടായത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയത് ഇതിൻ്റെ ആഘാതം കൂട്ടി, അപകടത്തിൻ്റെ ആഘാതം കൂട്ടി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ അവിടെ എത്തിയത് ഈ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമായി. കൂടാതെ അതിൽ ആണ് ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സ്ത്രീകളടക്കം ഇതിലുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. കൂടാതെ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ കൂടുതൽ സ്ഥിരീകരണം അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒറ്റനോട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വലിയൊരു വിജയാഹ്ലാദം ഒരു കണ്ണീർ കടലായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദം അത് പങ്കുവെക്കാനായി ഇതിന് ഭാഗമാകാനെത്തിയ ആളുകൾ അപകടത്തിൽപ്പെടുന്നതോടെ ഒരു ദുഃഖക്കടലായി മാറുന്ന ഒരു കാഴ്ച. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആളുകൾ കൂട്ടമായി എത്തിയത് ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ഒരു അപകടം, അതിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഈ വിക്ടറി പരേഡ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വൃന്ദ. കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തം വലിയൊരു ആഘോഷമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച എന്ന് വേണം ഇതിനെ നോക്കിക്കാണാൻ. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വിക്ടറി പരേഡ് നടക്കുന്ന സമയത്ത് നിരവധി ആളുകളാണ് പലയിടത്തു നിന്നുമായിട്ട് എത്തിയിട്ടുള്ളത്. ഇതിനിടെ പോലീസിനെ നിയന്ത്രിക്കാനുള്ള കൃത്യമായി നിയന്ത്രിക്കാൻ ആയില്ല. ഒരു സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ എത്തുമ്പോൾ എത്തുന്നത് മുൻകൂട്ടി കണ്ട് അതിനായി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായി എല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിൽ വലിയൊരു പരിപാടി നടക്കുമ്പോൾ ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്താറുണ്ട്. കൂടുതൽ മേഖലകളിൽ നിരോധനാജ്ഞ അടക്കം ആളുകളെ ഒഴിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്തുന്ന അടക്കമുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം ഒരു പരിശോധന വരേണ്ടതുണ്ട്. ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം അടക്കം വരേണ്ടതുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന കാര്യം അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായി സുരക്ഷാ വീഴ്ച ഉണ്ടായ എന്ന രീതിയിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ തടയുന്നതിൽ എന്തെങ്കിലും ക്രമീകരണത്തിൽ ഒരു പാളിച്ചയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായുണ്ടോ. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ടായി. കൂടുതൽ ആളുകൾ അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഉണ്ടായി എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ ഈ രീതിയിലാണ് ആളുകൾക്ക്
പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 7 പേർക്കാണ് ഈ അപകടത്തിൽ ജീവനഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 20-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്, ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 20-ലധികം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്ന വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് ബംഗളൂരുവിൽ ഉണ്ടായത്. ഒരു ആഘോഷ പരിപാടി അവിടെ ദുഃഖമായി അല്ലെങ്കിൽ കണ്ണീർ കടലായി മാറുന്ന ഒരു സാഹചര്യമാണ് ബംഗളൂരുവിലുള്ളത്. വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് നടത്താറുന്ന ഒരു വിക്ടറി പരേഡ്, അതിനിടയിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു അപകടമുണ്ടായത്. ആളുകൾ കൂട്ടമായി എത്തുന്ന സാഹചര്യമുണ്ടായി. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ടാണ് 7 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വൃന്ദ, ബംഗളൂരു IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ സ്വീകരണ പരിപാടിക്കിടെയാണ് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായിരുന്ന തിക്കിലും തിരക്കിലും പെട്ട് 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു ആഘോഷ പരിപാടിക്കായി ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസിനെ നിയന്ത്രിക്കാനാകാത്ത വിധത്തിൽ ജനങ്ങൾ എത്തിയതാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയണം. ബംഗളൂരുവിൽ വൻ അപകടം. ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത് പോലെ തന്നെ ആളുകളെ വകഞ്ഞു മാറ്റി പോകുമ്പോൾ പോലും മറ്റൊരാളുടെ ദേഹത്തു കൂടി മറികടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അടക്കം തന്നെയാണ് ഈ കാഴ്ചകൾ കാണുന്നത്. വിക്ടറി പരേഡ് ഒഴിവാക്കി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇപ്പോഴും ഈ ഒരു സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഇവിടെ ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണോ തുടരുന്നത്? ഈ അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നേരത്തെ ഈ വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ല. ഈ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി നേരത്തെ വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ്, ഏറ്റവും അവസാന നിമിഷത്തിലാണ് വിക്ടറി പരേഡിന് സർക്കാർ അനുമതി നൽകിയതെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ ഈ അപകടം ഉണ്ടാകുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ ആളുകൾ ഇരച്ചു കയറാനായി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കയറാനായി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രീതിയിൽ അപകടം ഉണ്ടായെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. കൂടുതൽ ആളുകൾ ഇരച്ചു കയറുന്നു സ്റ്റേഡിയത്തിലേക്ക്. ആ ഒരു ഘട്ടത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വലിയ തിരക്കുണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകൾക്ക് നീങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾ ഈ തിക്കിലും തിരക്കിലും പെടുന്നൊരു സാഹചര്യം. കൂടുതൽ ആളുകൾ ഒരാളുടെ മുകളിൽ കയറി അങ്ങനെ ആ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടം. ഇതെല്ലാം തന്നെ ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തായാലും വലിയൊരു ആഘാതം തന്നെയാണ്, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയത്, നിയന്ത്രിതാതീതമായി ആളുകൾ എത്തിയതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൂടാതെ ഈ മരിച്ചവരിൽ 7 പേരാണ് മരിച്ചതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്ന രീതിയിലുള്ള വിശദാംശങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടം, നിരവധി പേരുടെ നില ഗുരുതരമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക്, അതായത് ഈ വിക്ടറി പരേഡ് അവസാനിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. അവിടേക്ക് ആ വിക്ടറി പരേഡിന്റെ സമാപനം അല്ലെങ്കിൽ അത് അവിടെ കാണാനായി കൂടുതൽ ആളുകൾ ആ സ്റ്റേഡിയത്തിലേക്ക് കയറാനായി ശ്രമിച്ചതാണ് ഈ രീതിയിലുള്ള അപകടം ഉണ്ടാക്കിയത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. 50-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ അവിടെ എത്തിയതാണ് ഈ അപകടത്തിന്റെ ആഘാതം കൂട്ടിയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ അപകടം ഉണ്ടാകുന്നു. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 50-ലധികം പേർക്ക് പരിക്കേൽക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റവർ നിരവധി പേരുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ ഒരു ആഘോഷം പരിപാടി നടക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് അവിടെ. ഈ രീതിയിലൊരു അപകടം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിൽ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി മാപ്പ് ചോദിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാർ മാപ്പ് ചോദിച്ചു ഈ സംഭവം ഉണ്ടായതിൽ. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. DK ശിവകുമാറിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ മാപ്പ് ചോദിക്കുന്നു എന്നതാണ് DK ശിവകുമാറിന്റെ ഒരു പ്രതികരണമായി
വന്നിട്ടുള്ളത്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അതാണ് ഈ രീതിയിലൊരു ആഘാതം ഉണ്ടായത്, അവിടെ ഒരു വീഴ്ച ഉണ്ടായെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും അവസാന നിമിഷമാണ് ഈ രീതിയിലൊരു വിക്ടറി പരേഡിന് സർക്കാർ അനുമതി നൽകുന്നത്. നേരത്തെ ഈ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അനുമതി നൽകിയിരുന്നില്ല. ആ അവസാന നിമിഷം അനുമതി നൽകുന്നു. വിധാൻ സൗധയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ഒരു വിക്ടറി പരേഡ്, തുറന്ന ബസ്സിൽ വിക്ടറി പരേഡ് നടത്താനുള്ള ഒരു കാര്യം ആലോചനയിൽ ഉണ്ടാകുന്നു. ആ പരേഡിന് മുന്നോടിയായി തന്നെയാണ് ഈ രീതിയിൽ ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൂട്ടമായി എത്തുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിജയാഘോഷം വലിയൊരു ദുരന്തത്തിലേക്ക് പോയി എന്നത് തന്നെയാണ് വളരെ ദാരുണമായി പറയേണ്ട ഒരു കാര്യം. തിക്കിലും തിരക്കിലും 7 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവത്തിൽ, അതായത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ സർക്കാർ മാപ്പ് ചോദിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സമീപത്തെ വിവിധ ആശുപത്രികളിലേക്കാണ് ആളുകളെ, പരിക്കേറ്റവരെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും 7 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. വിജയാഘോഷം അവിടെ ഒരു കണ്ണീർ കടലായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിക്ടറി പരേഡ് പൂർണ്ണമായും ഒഴിവാക്കി എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും വിക്ടറി പരേഡ് ഒഴിവാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ രീതിയിൽ വിക്ടറി പരേഡ് നടക്കാനുള്ള സാധ്യതയില്ല. ആ രീതിയിൽ വലിയൊരു ആഘാതം, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിക്ടറി പരേഡ് ഒഴിവാക്കി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. 7 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് 7 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടുതൽ ആളുകളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടം, വലിയൊരു ആഘാതം അവിടെ ഉണ്ടായി. കൂടുതൽ ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്തേക്ക് എത്തിയതാണ് ഈ രീതിയിൽ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതികരണം, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നത് തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിൽ മാപ്പ് ചോദിക്കുന്നു എന്നതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു, തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റിരിക്കുന്നു. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സമീപത്തെ വിവിധ ആശുപത്രികളിലേക്കാണ് ഈ ആളുകളെ മാറ്റിയിരിക്കുന്നത്. 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം. പലരുടെയും നില ഗുരുതരമാണെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ ആളുകൾ കയറാൻ ശ്രമിച്ചതാണ് ഈ രീതിയിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ അപകടത്തിന് ആഘാതം കൂട്ടിയത് എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. വൃന്ദ. ശരി, കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. 3 ഫോൾഡിന്റെ വിലയ്ക്ക് 5 ഫോൾഡോ? യെസ്, 3 ഫോൾഡിന്റെ വിലയ്ക്ക് 5 ഫോൾഡ്. ഇംപോസിബിൾ.